രണ്ട് പെണ്ണുങ്ങളുള്ള വീടാ. വിദ്യ, എന്റെ ചായ ഇവിടെ. വിദ്യ, നീ കുളിച്ചായിരുന്നു? ഇല്ല അമ്മ, ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. ഇവിടെ അടുക്കള കാലത്തെ കുളിക്കാതെ കയറുന്ന പതിവൊന്നുമില്ല കേട്ടോ. സോറി അമ്മ, ഇപ്പം കുളിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എത്ര പ്രാവശ്യമാണ് എനിക്ക് മതിലില്ലാത്ത ചായ മതിയെന്ന്? മാറിപ്പോയി. അതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാനാ ഇവിടുത്തെ ഗൃഹനാഥൻ. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ഇഷ്ടം നോക്കി നിൽക്കേണ്ടി വരും. എനിക്കിവിടെ പറ്റുന്നില്ല. ഒരു വേലക്കാരുടെ ജീവിതം പോലും ഇത്ര ദയനീയമല്ല. ആദ്യമൊക്കെ അങ്ങനെ മോളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. സ്വന്തം വീടാണെന്ന് കരുതി നിൽക്കണം മോളെ. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതല്ലേ. ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ എല്ലാം ശരിയാവും മോളെ. കുഞ്ഞ്, ഞാൻ ചെയ്യുന്നോട്ട് അത്ര കംഫർട്ടബിൾ അല്ല. ഇതൊക്കെ ഞാൻ അമ്മയോട് എങ്ങനെ പറയുന്നേ? എന്നെ കൊണ്ട് ഇവിടെ പറ്റില്ല. നിനക്കറിയാലോ മോളെ, നിന്റെ അച്ഛൻ പോയതിനു ശേഷം രാഹുൽ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അവൻ കഷ്ടപ്പെട്ട ഈ കല്യാണം നടത്തിയത്. ഇനി നീ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്ന അവന് നല്ലൊരു ബന്ധം കിട്ടില്ല. അമ്മ എന്നെ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആരാമേ ഫോണിൽ? വിദ്യയാണോ? അച്ഛൻ രാവിലെ ചായ ഉണ്ടാക്കിയ ശരിയായില്ലെന്നും പറഞ്ഞോണ്ട് എന്റെ മുഖത്തെടുത്ത് ഒഴിച്ചു. അതെല്ലാം കഴി വന്നപ്പോ ഒന്ന് ലേറ്റ് ആയി പോയി. നിന്റെ ഭാര്യ റെഡിയായോ? അവളെ റെഡിയാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. നീ ഇവിടെ നില്ല, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, ഞങ്ങൾ പോയിട്ട് വരാം. ഇനി നീ റെഡി ആവുന്നവരെ കാത്തു വെക്കാൻ സമയവും ഇല്ല, സൗകര്യവും ഇല്ല. ഇവള് ഡോർ അടച്ചിട്ട് എവിടെ പോയിരിക്കുന്നത്? വിദ്യ, എടി വിദ്യ, ഇടന്ന് ഉറങ്ങുമായിരിക്കും. വിദ്യ എവിടെ പോയി കിടക്കുന്നു? ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവളെ വേലക്കാരിയാക്കാൻ വേണ്ടിയല്ല നിന്റെ വീട്ടിലോട്ട് അയച്ചത്. അവൾ നിന്റെ അടിമയുമല്ല. അവളിവിടെ എന്റെ വീട്ടിൽ നിൽക്കും. അവൾ എനിക്കൊരു ഭാരവുമല്ല. നീ എന്താ വിചാരിച്ചേ? അവളെ നിന്റെ തലയിൽ കെട്ടിവെച്ചാണെന്നോ? അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നീ അങ്ങ് മാറ്റി വെച്ചേരെ. അവളെ വിഷമിപ്പിക്കാതെ മര്യാദയ്ക്ക് നോക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ അവളെ ഒന്ന് വിളിച്ചോണ്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ വരാം. ഈ മരുമോളെന്ന് പറഞ്ഞാലേ മകളാണ്, അല്ലാതെ വേലക്കാരിയൊന്നും അല്ല. അതെന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നോ അന്ന് ഞാൻ തിരിച്ചു പൊക്കോളാം.